പരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. മുപ്പതാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. കരച്ചിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യജീവിതം തന്നെ ആരംഭിക്കുന്നത് ഒരു കരച്ചിലോടുകൂടെയാണ് എന്ന് കാണാൻ കഴിയും. അതിനെ നമ്മൾ ബർത്ത് ക്രൈ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനിച്ചു വീഴുന്നതായ ഒരു ശിശു കരയണം. ആ കരച്ചിലാണ് വാസ്തവത്തിൽ അവൻ ആരോഗ്യമുള്ളവനാണ്, ആരോഗ്യമുള്ളവളാണ് എന്ന് തെളിയിക്കുന്നത്. ജനിച്ചാൽ ഉടൻ തന്നെ ആ കരച്ചിലുണ്ടാകണം. അതായത് എല്ലാ മനുഷ്യരും കരഞ്ഞുകൊണ്ട് തന്നെ ജനിക്കുന്നു. ആ കരച്ചിൽ പിന്നീട് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടാറുണ്ട്. കരയാത്ത മനുഷ്യജീവിതങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എത്ര വലിയ ധൈര്യശാലിയായിരുന്നാലും, എത്രമാത്രം സന്തോഷത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നാലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് കരച്ചിലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നല്ല മനക്കട്ടിയുള്ള ധൈര്യശാലികളായിട്ടുള്ള കരയാത്ത മനുഷ്യരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അവർ മനസ്സ് തുറന്ന് കരയേണ്ടതായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. 30-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്: ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകയില്ല, ഞാൻ ധൈര്യത്തോടെ നിൽക്കും, ഞാൻ കരയുകയില്ല എന്നൊക്കെ ദാവീദ് രാജാവ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ വളരെ വലിയ മനക്കട്ടിയുള്ള വ്യക്തിയായിരുന്നു, വളരെ വലിയ ധൈര്യശാലിയായിരുന്നു, എന്തിനേയും നേരിടുന്ന ഉറച്ച മനസ്സിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എത്ര വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ സൈന്യനിരയ്ക്ക് എതിരിടുവാൻ സാധിക്കാത്തത്ര ഏറ്റവും ഭീകരനായിരുന്ന ഗോലിയാത്തിനെ വരെ നേരിട്ട വ്യക്തിയായിരുന്നു ദാവീദ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. സുഖകാലം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കരയത്തില്ല, ഞാൻ ഒരിക്കലും പതറിപ്പോവുകയില്ല, ഞാൻ ധൈര്യത്തോടെ നിൽക്കും. അങ്ങനെ സുഖകാലത്ത് ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, ഞാൻ കരയുകയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതായ ദാവീദ് രാജാവ് 30-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്ന കാര്യം വളരെയേറെ ശ്രദ്ധേയമാണ്. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു എന്നത്രേ എഴുതിയിരിക്കുന്നത്. പലപ്പോഴും നാം വിചാരിക്കുന്നത് നാം കരയുകയില്ല, ധൈര്യത്തോടെ നിൽക്കും, എന്തിനേയും ഞാൻ നേരിടും എന്നൊക്കെ നാം വിചാരിക്കാം. പക്ഷേ ദൈവം തൻ്റെ മുഖത്തെ നമുക്ക് മറച്ചു പോയാൽ നാം അറിയാതെ വിലപിക്കേണ്ടതായി വരാം. അങ്ങനെ ദാവീദ് രാജാവ് പറയുന്നു, വലിയവനായ ദൈവം തൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ കരയേണ്ടതായിട്ട് വന്നു എന്ന് താൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 30-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദാവീദ് രാജാവിൻ്റെ ഏതോ ക്ഷീണത്തിൻ്റെ സമയത്ത്, രോഗത്തിൻ്റെ സമയത്ത് താൻ വല്ലാതെ പ്രയാസപ്പെട്ടു പോയതായ ഒരു സംഭവത്തോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളതത്രേ. 30-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. തൻ്റെ രോഗത്തിൻ്റെ സമയത്ത്, ക്ഷീണത്തിൻ്റെ സമയത്ത്
താൻ ദൈവസന്നിധിയിൽ കരയുന്നതിനിടയായി തീർന്നു. താൻ കരഞ്ഞുപോയി. തൻ്റെ ബലമെല്ലാം നഷ്ടപ്പെട്ടു പോയി. മരിച്ചു പോകും എന്ന് താൻ വിചാരിച്ചു. വല്ലാതെ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് 3-ാം വാക്യത്തിൽ താൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അങ്ങനെ ദാവീദ് രാജാവ് പറയുകയാണ്, എൻ്റെ സുഖകാലത്ത് ഞാൻ വളരെ ധൈര്യത്തോടെ നിന്നു. പക്ഷേ രോഗത്തിൻ്റെ സമയത്തും ക്ഷീണത്തിൻ്റെ സമയത്തും ദുഃഖകാലത്തും നാം വല്ലാതെ ഒരു പക്ഷെങ്കിൽ കരഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സുഖകാലവും ദുഃഖകാലവും ഒക്കെ ജീവിതത്തിലുണ്ട് എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. സുഖകാലത്ത് ധാരാളം പേർ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായെന്നിരിക്കും. അതുകൊണ്ടാണ് കവിവാക്യം പറയുന്നത്, സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല എന്നുള്ളത്. സുഖകാലത്ത് നമ്മോടുകൂടെ ധാരാളം പേരുണ്ടാകാം. എന്നാൽ ദുഃഖകാലം വരുന്നതായ സമയത്ത് നമ്മെ ആശ്വസിപ്പിക്കുവാനോ ധൈര്യപ്പെടുത്തുവാനോ നമ്മുടെ കൂടെ ഇരിക്കുവാനോ നമ്മോട് അടുത്തു വരുവാനോ ഒക്കെ മനസ്സ് വയ്ക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കാം. ചിലപ്പോൾ ആരും തന്നെ വന്നില്ല എന്നിരിക്കാം. ഈ ദുഃഖകാലത്തെ കഷ്ടകാലം എന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനം അവസാന വാക്യത്തിൽ നാം വായിക്കുന്നത്, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും എന്നുള്ളത്. ഈ ദുഃഖകാലത്തെ അല്ലെങ്കിൽ കഷ്ടകാലത്തെ ഏറ്റവും വല്ലാത്തൊരു സമയമായിട്ട് ലോകം പരിഗണിക്കുമ്പോൾ ദൈവവചനം പറയുന്നത്, കഷ്ടകാലത്ത് നീ വിഷമിക്കേണ്ട, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞത് ഇങ്ങനെയാണ്: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. തൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ സമയത്ത് താൻ തിരുവായി മൊഴിഞ്ഞ കാര്യമാണിത്. വാസ്തവത്തിൽ ലോകം പ്രസംഗിക്കുന്നത് എന്താണ്? ദുഃഖിക്കുന്നവർ ഏറ്റവും നിരാശാബാധിതരായിട്ടുള്ളവരാണ്. അത് ഏറ്റവും വലിയ നിരാശയുടെ സമയമാണ്. അവരുടെ ജീവിതം വല്ലാതെ തകർന്നടിയുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ നമ്മെ തഴയുന്നതായ ഒരു സമയമാണ് ദുഃഖകാലം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ ഈ കാര്യത്തിന് നേരെ വിപരീതമായ മാനത്തിലാണ് താൻ പ്രസംഗിക്കുന്നത്. ദുഃഖിക്കുന്നവർ നിരാശാബാധിതരല്ല, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് ആശ്വാസം ലഭിക്കും. കാരണം ദുഃഖിക്കുന്നവർക്കാണ് ആശ്വാസം ലഭിക്കേണ്ടുന്നത്. അവരെയാണ് ദൈവം ആശ്വസിപ്പിക്കുന്നത്. ദുഃഖം വരുമ്പോഴാണ് നാം കരയുന്നത്. ആ കരയുന്നവർക്ക് ദൈവം ആശ്വാസം നൽകുന്നു. അതുകൊണ്ടാണ് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വിവിധങ്ങളായ കാരണത്താൽ നമ്മുടെ മനസ്സ് തകരുമ്പോൾ, നാം വല്ലാതെ ദുഃഖിക്കുമ്പോൾ, നാം കരയുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരുവൻ നമുക്കുണ്ട്. അതാണ് ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ സുഖകാലത്ത് അവർ സന്തോഷിക്കുന്നത് പോലെ തന്നെ ദുഃഖകാലത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരുവൻ അടുത്തുള്ളത് കൊണ്ട് അവരുടെ കരച്ചിൽ മാറ്റി, അവരുടെ ദുഃഖം മാറ്റി, അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി അവരെ പ്രത്യാശിക്കുമാറാക്കി ഉറപ്പിച്ചു നിൽക്കുന്ന ഭാഗ്യാവസ്ഥ ദൈവം അവർക്ക് നൽകുന്നു. ഇതെത്രയോ വിശേഷതയേറിയതായ ഒരു കാര്യമാണ്. ഈ ദുഃഖത്തെയും സന്തോഷത്തെയും വാസ്തവത്തിൽ ദാവീദ് രാജാവ് 30-ാം സങ്കീർത്തനത്തിൽ ഒരു സന്ധ്യയോടും രാത്രിയോടും പ്രഭാതത്തോടും ഉപമിച്ചു പറയുന്നത് എത്രയോ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. തൻ്റെ വാക്കുകളിൽ താൻ ഉപമിക്കുന്നത് പകലിൻ്റെ പ്രകാശമെല്ലാം അസ്തമിക്കുന്ന സന്ധ്യാസമയം, ജീവിതത്തിൻ്റെ ദുഃഖസമയത്തോട് താൻ ഉപമിക്കുകയാണ്. പകലിൻ്റെ പ്രകാശമെല്ലാം അസ്തമിച്ച് ഇരുൾ പരക്കുന്നതായ ഒരു സമയം, അത് ദുഃഖത്തോട് താൻ ഉപമിക്കുന്നു. അങ്ങനെ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുകയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ക്ഷീണങ്ങളും ഒക്കെ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ഒരു രാത്രിയോട് അതിനെ ഉപമിക്കുകയാണ്. പക്ഷേ താൻ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്നാണ്. അതായത് ഈ കരച്ചിലിൻ്റെ എല്ലാം സമയം മാറിയിട്ട് ഇരുളിൻ്റെ ആ പ്രയാസകരമായ സാഹചര്യമെല്ലാം അവസാനിച്ചിട്ട് സന്തോഷത്തിൻ്റെ ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ വലിയവനായ ദൈവം നൽകുന്നു എന്നുള്ളത് താൻ എടുത്തു പറയുകയാണ്. ഇന്ന് രാവിലെ നാം കിടക്ക വിട്ട് ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ ഒരു വലിയ സത്യം ദൈവം നമ്മെ വിളിച്ചറിയിക്കുന്നത് ഇതുതന്നെയാണ്. നിന്റെ ജീവിതത്തിലെ
ദുഃഖകരമായ പ്രയാസകരമായ കരച്ചിലിൻ്റെ അനുഭവം നിനക്ക് സമ്മാനിച്ച ഒരു രാത്രി നിന്നെ വിട്ട് കടന്നുപോയിരിക്കുന്നു. നിന്നെ സന്തോഷത്തിൻ്റെ ഒരു പ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ദൈവവചനം നമുക്ക് നൽകുന്ന വലിയ ധൈര്യവും പ്രത്യാശയും ഉറപ്പുമാണ്. ഈ ദൈവവചനത്തിൽ ആശ്രയിച്ച് ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ, പ്രതീക്ഷയോടെ മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ കരച്ചിലിനെ മാറ്റുന്ന, ദുഃഖത്തെ മാറ്റുന്ന, സന്തോഷം പ്രദാനം ചെയ്യുന്ന, നമ്മെ അനുഗ്രഹത്തിലേക്ക്, ഭാഗ്യത്തിലേക്ക് നയിക്കുന്ന, ആശ്വാസം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ആ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ഇന്നത്തെ ദിവസം മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ ഈ രാത്രിയുടെ ഇരുളിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഞങ്ങളുടെ സന്തോഷമൊക്കെ മാറിയിട്ട് ഞങ്ങൾ സങ്കടത്തിലൂടെ, നിരാശയിലൂടെ, ഞങ്ങൾ കരച്ചിലിൻ്റെ അനുഭവത്തിലൂടെ ഒക്കെ പോകേണ്ടതായി വരുമ്പോൾ കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹകരമായ ഒരു പ്രഭാതത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സമയം, ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ പ്രഭാതത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ദുഃഖത്തിലായിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഈ പ്രഭാതം അവർക്ക് നൽകുന്ന വിലയേറിയ സന്ദേശത്തെ മനസ്സിലാക്കുവാനും സന്തോഷിക്കുവാനും അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു രാത്രി അവസാനിച്ച് പ്രഭാതം ആരംഭിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഇരുൾ അവസാനിച്ചിട്ട് സന്തോഷത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമുണ്ട് എന്നുള്ളത് ഇന്ന് രാവിലെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യനിറവല്ലോ, നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യനിറവല്ലോ. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ആദിയിങ്കൽ കൈപ്പാകി